അപ്പോൾ എനിക്കിതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് വരണം. ഞാൻ അതിനുവേണ്ടി ഒരുപാട് അടിയൊക്കെ കൊണ്ട് എൻ്റെ വീട്ടിലൊക്കെ വിളിച്ചപ്പോൾ വീട്ടുകാരൊക്കെ തിരിച്ച് വാന്നാണ് പറയുന്നത്. പിന്നെന്താ, ഈ റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ അതുവരെ കണ്ടത്. പിന്നെ അവൻ പറഞ്ഞ് എൻ്റെ കൂടെ അങ്ങനെ നിൽക്കണം, അങ്ങനെയാണ് അവൻ്റെ ഒരു വാക്കുകൊണ്ടും പിന്നെ അവൻ്റെ ഒരു ഇതിനു കൊണ്ട് നിൽക്കുന്നത്. എല്ലാ വീഡിയോസും കണ്ട ഗൈസിന് അറിയാം, ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത വീഡിയോസാണ് എല്ലാം. അറിയാലോ, ഞാൻ എനിക്ക് കൂടുതൽ ആക്ട് ചെയ്യാൻ നടക്കാറില്ല. നമ്മളൊരു ഷോ. ഹായ്, നമസ്കാരം. അപ്പോൾ ജാസി എന്ന് പറയുന്ന വ്യക്തിയും ആഷി എന്ന് പറയുന്ന ആളെയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സോഷ്യൽ മീഡിയ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒക്കെ വൈറലായി തിളങ്ങി നിൽക്കുന്ന രണ്ട് വ്യക്തികൾ. അപ്പോൾ ഈ ആഷിയുടെ ഉമ്മയുടെ കുറച്ച് വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ട്. ഈ നന്ദിനി റെഡ്ഡി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിലാണ് ഈ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടായിരുന്നത്. നന്ദിനി റെഡ്ഡിയെ കുറിച്ചിട്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ജാസി ഈ നന്ദിനി റെഡ്ഡിയെ വെടിവെച്ച് കൊല്ലും എന്ന് പറഞ്ഞിട്ടൊരു ഭീഷണിപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മൾ ഇൻ്റർവ്യൂവിലാണ് അത് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തായാലും ആഷിയുടെ ഉമ്മ പറയുന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം കേട്ടു നോക്കാം. ഇതൊക്കെ ജാസി കാട്ടിയാട്ടോ, ഇതൊന്നും ആർക്കും അറിയില്ല. അവൻ പറയണത് കംപ്ലീറ്റ് നോണയാണ്. അവൻ ആണിന്റെ ഭാഗത്തെത്തി ആണും പെണ്ണിന്റെ ഭാഗത്തെത്തി പെണ്ണുമായിട്ട് അവൻ അഭിനയിക്കും. അവന് ഒരു ഓപ്പറേഷൻ ചെയ്യൂല, അവന് ഒരു എന്തും ചെയ്യൂല. അവനക്ക് ഭയങ്കര പേടിയാണ്. അവൻ പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പേടിച്ചിട്ടാ പോയി ആ പെണ്ണിന്റെ സകുമ്പോ സമാധാനത്തിൽ തന്നെ ഇരുന്നിക്കരുത്. അല്ലാണ്ട് ഇവൻ പറയണത് ഒന്നും നോണല്ല. ഇവൻ കംപ്ലീറ്റ് പറയണ നോണയാണ്. ഇവൻ എന്താ സത്യം പറയണത്? ഇവനിക്ക് പറയണത് ഇവന്റെ ഉമ്മ അവനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ട്. ഇന്റെ മോനെ അവിടെ കയറ്റൂല. അവനെ ഒഴിവാക്കിയിട്ട് വന്ന് ഞങ്ങൾ കയറ്റാൻ തയ്യാറാണ്. ഇവന്റെ കൂടെ ഇരിക്കണേ ഞങ്ങൾ കയറ്റൂല. ഞങ്ങൾക്ക് മാനം നാളുണ്ട്, പുറത്തിറങ്ങി നടക്കാൻ പറ്റണില്ല. ഇവരൊരു വീഡിയോ ഇവരെ അങ്ങനെ ജീവിക്കണമെങ്കിൽ എന്തിനു ഈ യൂട്യൂബിൽ വന്ന് ഇങ്ങനെ തീത്താൻ നിൽക്കണത്? എല്ലാം സഹിച്ച് ഞങ്ങൾ ഇരിക്കില്ല. എന്തൊരു വേദനയാണെന്ന് എനിക്കറിയാം. അവന്റെ വാപ്പ മരിച്ചിട്ട് 3 വർഷമായിട്ടുള്ളൂ. വാപ്പ മരിച്ചിട്ട് ഒരു 7 ദിവസം ഇവിടെ നിൽക്കാൻ അവൻ അയച്ചില്ല. അവൻ പോയി ഇവിടുന്ന്. ഇതൊന്നും ആയിരിക്കും. ഈ നന്ദിനി പറയുന്ന പെൺകുട്ടി ഇവരെ നല്ല സഹായിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് ഒന്നുമില്ല. ഇവൻ പറയണ കംപ്ലീറ്റ് നോണയാണ്. അവര് ഇന്റർവ്യൂവിൽ വന്ന് പറഞ്ഞ തൊള തുറക്കാൻ വിടുന്നുണ്ട് ആഷിക്കിനെ. അപ്പൊ അവനും കൂടെ നിന്ന് പറയുന്നുണ്ട് നല്ലപോലെ വർത്താനം. ഇവനല്ലേ പറയണ ചെലക്കണ് നടന്നിട്ട്. ആ ചെലക്കണ് കേൾക്കാൻ ആൾക്കാരുണ്ടല്ലോ. ഇതൊക്കെ നല്ല വേദന ഉണ്ട് ഇവിടെ. ഞങ്ങൾക്ക് ഈ യൂട്യൂബും അതും ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഈ നന്ദിനി പറയണ കുട്ടി പാവോട്. ആ കുട്ടി ഇതിനെ സഹായിച്ചിട്ടുണ്ട്. എന്തിനാണ് ആ കുട്ടിനെ ഓരോന്നും പറയുന്നത്? ഇവൻ ചെയ്ത തെണ്ടിത്തരങ്ങളും പോലെ ആ 10 മാസം അതിന്റെ കുട്ടി ഇവിടെ വന്നിട്ട് 10 ഉറുപ്പ്യ ഞങ്ങളുടെ വീട്ടിലേക്കില്ല, വേണ്ട. 2 വർഷം എന്റെ 10 ഉറുപ്പ്യ ഞങ്ങൾക്ക് ചെലവ്. ഇവന്റെ ചെലവിനെ കഴിയണ ഓരോ യൂട്യൂബർമാര് പറയണ്ടേ. ഇവൻ സമ്പാദിച്ച പൈസ എവിടെ? കംപ്ലീറ്റ് ജാസിന്റെ കയ്യിലാണ്. ജാസിന്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഞാൻ ഒരിക്കൽ സംസാരിച്ച വസ്തു എന്താ എന്നോട് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് 3 എണ്ണല്ലേ? അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് 3 എണ്ണമെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് തരാൻ പറ്റുമോ ചോദിച്ചു. എനിക്ക് ഒന്നുള്ളൂ പറയും. എന്തിനു സപ്പോർട്ട് ചെയ്യണ്? മോൻ വരുമ്പത്തിന് ഇറച്ചിയും 10 ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ട് എന്തിനു ഇവനെ അവനെ സ്വീകരിക്കണം? ആട്ടിവിടണം. അതേസമയം ജാസി ഇവിടേക്ക് കയറി തന്നെ ചൂലും കെട്ടോണ്ടടിക്കും. ഞാൻ കേറ്റൂല. ഇവരുടെ ഉമ്മ എന്തിനു കേറ്റണത്? ആഷിയുടെ ഉമ്മയെ ഈ ജാസി വിളിക്കുന്ന തെറിയെ കുറിച്ചിട്ടാണ് ആ ഒരു ഉമ്മ പറയുകയുണ്ടായത്. അതുമാത്രമല്ല, ഈ ആഷിയെ ജാസി വിടാതെ പിടികൂടിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു കല്യാണം കഴിക്കാനോ വേറെ രീതിയിൽ ആൾക്ക് ജീവിതം കൊണ്ടുപോകാനുള്ളൊരു രീതിയിൽ ആൾ സമ്മതിക്കുന്നില്ല. ഭയങ്കര ഉപദ്രവകാരിയാണ് എന്നൊക്കെ ആ ഒരു ഉമ്മ പറയുന്നുണ്ട്. ഇതെല്ലാവർക്കും അറിയുന്നുള്ള കാര്യം തന്നെയാണ്. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ ഈ ഒരാണ് എത്ര നമ്മൾ നോക്കി പെണ്ണായാലും ആ ഒരു ആണിൻ്റെ കരുത്ത് തന്നെയായിരിക്കും ആ ഒരു ശരീരത്തിനുണ്ടാവും. പ്രത്യേകിച്ച് പറയാനുള്ളത്, ആഷിയെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് അത് നമ്മൾ പല വീഡിയോസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഞാൻ കുറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ആഷിയെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കാണ്ട് ഈ ജാസി മുന്നിൽ കയറിയിട്ട് സംസാരിച്ച് തീർക്കുന്ന ഒരു പ്രകൃതി നമ്മൾ കാണാറുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ ഒരു കാര്യത്തിൽ ആൾക്കാരൊക്കെ ഇടപെട്ട് ഈ ഒരു ആഷിയെ സെപ്പറേറ്റ് ആക്കി മാറ്റുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ജാസി ഇനി ഒരു പെണ്ണായി മാറത്തില്ല. കാരണം ആള് പുറമേ ഒരു ലേഡിയെ പോലെ നടക്കുന്നത് മാത്രമേ ഉള്ളൂ, ഉള്ളിൽ ഒരു മെൻ തന്നെയാണ്. അപ്പോൾ ഇനി അതിലൊരു മാറ്റം ഉണ്ടാവില്ല. എന്തായാലും ആ ഒരു ഉമ്മയുടെ സങ്കടം വലുതാണ്. കാരണം അതെല്ലാവരും കണക്കിലെടുത്ത് ആ ഒരു ആശയം എങ്ങനെയെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു എന്താ പറയുക, ആശി വിട്ടുപോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആളൊരു പൂജയൊക്കെ ചെയ്യുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ മുസ്ലിങ്ങൾ ഈ ഹിന്ദുക്കളുടെ ഒരു പൂജയൊക്കെ ചെയ്യുന്നത് വളരെ വ്യത്യാസപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം വെച്ചാൽ അങ്ങനെ ആരും ചെയ്യാറില്ല. അപ്പോൾ ആ ഒരു കാര്യം പോലും ഒരു 40,000 രൂപ മുടക്കി ഇതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു വീഡിയോയിൽ കാണുകയുണ്ടായി, ഇനി ആശി അങ്ങനെ വിട്ട് പോകുന്നില്ല, ആശി എന്നെ വിട്ട് പോകുന്നില്ല. അത് ഭയങ്കര ഒരു ട്രാൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഏറ്റവും കിട്ടുന്നൊരു ഭയങ്കരപ്പെട്ടൊരു സുഹൃത്ത് ബന്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആശിയെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ആശിക്ക് ഒരു കല്യാണം കഴിച്ച് ജീവിക്കണമെന്ന് നല്ല ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. ആൾക്ക് അത് നമ്മൾ ഓരോ വീഡിയോസ് കാണുമ്പോഴും മനസ്സിലാവും. കാരണം ആശിയോട് പെൺകുട്ടികൾ വന്ന് സംസാരിക്കുമ്പോഴാണെങ്കിൽ ആശി ആണായതുകൊണ്ട് ആശിക്ക് അതിനോടുള്ള ഒരു സ്നേഹമുണ്ട്. അപ്പോൾ ആ ഒരു
ഇത് നടത്തി കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. അങ്ങനത്തെ ഒരു ആശയം ലോക്കാക്കി വെച്ചേക്കുന്നതാണ് നമുക്ക് ആ ഒരു വീഡിയോസിൽ കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ആശയുടെ ഉമ്മയോട് പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് 3 എണ്ണം ഇല്ലേ, ഒരെണ്ണം നമുക്ക് തന്നൂടെ എന്ന്. എന്തുവാണ് അപ്പോഴും അവർ തിരിച്ച് മറുപടി കൊടുത്തിട്ടുണ്ട്. ഒന്നാണെങ്കിൽ ഒലക്കമേൽ അടിക്കണമെന്നൊരു പഴഞ്ചൊല്ലി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റാണ്. ആശയെ സ്വന്തം മകനെ കാണാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ഒരു ഉമ്മയുടെ കണ്ണുനീര് എല്ലാവരും കാണുക. മാക്സിമം ആ ഒരു ആശി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സെപ്പറേറ്റ് ആക്കി വിടുക. കാരണം ആ ഒരു വ്യക്തിക്ക് ജീവിക്കണം. ആ ഒരു വ്യക്തി കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ട് ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ്. സ്വന്തം ഉമ്മയെപ്പോലും കാണാൻ സമ്മതിക്കാണ്ട് ആ ഉമ്മ വിളിക്കുന്ന സമയത്തൊക്കെ ഈ ജാസിയാണ് ഫോൺ എടുക്കുന്നത്, ഉമ്മയെ തെറി പറയുന്നത് എന്നൊക്കെ ആ ഉമ്മ ഒരു വോയിസ് ക്ലിപ്പിലൂടെ പറയുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഈ ഒരു ഉമ്മയെ ഈ ഇൻ്റർവ്യൂവിൽ കൊണ്ടുവരാത്തത്? ഈ ഉമ്മയ്ക്ക് എന്തോ ആണ് പറയാനുള്ളതെന്ന് എല്ലാവരും അറിയണം. ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരും അറിയണം. ഈ ഉമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, ഈ ആശയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തൊക്കെയാണെങ്കിലും അത് തുറന്നു പറയേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് ഈ ഒരു മീഡിയക്കാരുടെ തന്നെ ഡ്യൂട്ടിയാണ്. കാരണം വെച്ചാൽ എല്ലാവരും ഇവർ പറയുന്നതാണ് സത്യം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂടെ പോവാണ്ട് ആ മകന് അടുത്തുണ്ടായിട്ടും കാണാൻ പറ്റാതെ ഇത്രയും നാൾ കാത്തിരുന്ന് കിട്ടാത്തൊരു ഉമ്മയുടെ കണ്ണുനീരാണ്. അപ്പോൾ ആ ഒരു ഉമ്മയുടെ കണ്ണുനീരിന് ഒരു അവസാനം ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു ആശയെ, സ്വന്തം മകനായ ഈ ആശയെ ഒന്ന് സെപ്പറേറ്റ് ആക്കി വിടുക. അത്രയല്ല, ഈ ആശയെ രക്ഷിക്കാനും സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ നന്ദിനി റെഡ്ഡിയാണ്. ഈ നന്ദിനി റെഡ്ഡിയോട് ഈ ആശയുടെ ഉമ്മ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എങ്ങനെയെങ്കിലും എൻ്റെ മകനെ അതിൽ നിന്ന് രക്ഷിച്ച് തരണം എന്നൊക്കെ. എങ്ങനെയെങ്കിലും ഇതെല്ലാവരും കൂടി ചേർന്ന് ആ ഒരു ആശയം സെപ്പറേറ്റ് ആക്കി കൊടുക്കുക. കാരണം പുറമേ കാണുന്നതൊന്നുമല്ല സത്യങ്ങൾ എന്ന് ഇപ്പോൾ കാണുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും. ഏകദേശമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും.